സുപ്രീം കോടതിയിൽ നിന്ന് എൽസ്റ്റൺ എസ്റ്റേറ്റിന് കിട്ടിയ തിരിച്ചടി, അതായത് സംസ്ഥാന സർക്കാരിന് ഈ പുനരധിവാസവുമായി ഭൂമി ഏറ്റെടുക്കൽ നടപടികളുമായി ടൗൺഷിപ്പുമായി മുന്നോട്ട് പോകാമെന്ന് സുപ്രീം കോടതി സംശയത്തിനിടമില്ലാതെ പറഞ്ഞു വയ്ക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയൊരു വിഷയം അതിനകത്തുണ്ട്. അതായത് ഇന്നലെ സുപ്രീം കോടതിയിൽ ചെന്നപ്പോൾ എൽസ്റ്റൺ എസ്റ്റേറ്റ് പറഞ്ഞത് എന്താണ്? ഈ ഭൂമി ഏറ്റെടുക്കുന്നത് സ്റ്റേ ചെയ്യണം, അത് റദ്ദാക്കണം എന്നാണ് അവർ പറഞ്ഞത്. അവർ ഹൈക്കോടതിയിൽ പറഞ്ഞത് പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. ഹൈക്കോടതിയിൽ പറഞ്ഞത് ഞങ്ങൾക്ക് നൽകിയ തുക കുറഞ്ഞുപോയി എന്നതായിരുന്നു. പക്ഷേ സുപ്രീം കോടതിയിലേക്ക് എത്തുമ്പോൾ നിലപാട് മാറ്റുകയാണ്. ഈ ഭൂമി ഏറ്റെടുക്കുന്നത് റദ്ദാക്കണം എന്ന നിലപാടിലേക്ക് എൽസ്റ്റൺ എസ്റ്റേറ്റ് ഉടമകൾ പോകുന്നു. നമ്മൾ സംശയിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പുനരധിവാസത്തിന് തുരങ്കം വയ്ക്കാൻ ചില അന്തർനാടകങ്ങൾ എവിടെയൊക്കെയോ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് എസ്റ്റേറ്റ് ഉടമകളുടെയൊക്കെ ഇങ്ങനെയുള്ള നിലപാടുകൾ എന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ തുടർ തിരിച്ചടികൾ ഇങ്ങനെ ഏൽക്കുകയാണ് എൽസ്റ്റൺ എസ്റ്റേറ്റിന്. കോടതികൾ, നീതിന്യായ പീഠങ്ങൾ സർക്കാരിനോടൊപ്പം നിൽക്കുന്നു ഈ വിഷയത്തിൽ എന്നത് ഏറെ ശുഭകരമായ കാര്യം തന്നെയാണ്. ഇപ്പോൾ ജോഷില കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് വയനാട്ടിൽ നിന്ന് ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കാനായി. നോക്കാം ജോഷില, ഇവിടെ എൽസ്റ്റൺ എസ്റ്റേറ്റിന് തുടർ തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച്, ഡിവിഷൻ ബെഞ്ച് എല്ലാം കടന്നിപ്പോൾ സുപ്രീം കോടതിയിലെത്തുമ്പോൾ സുപ്രീം കോടതിയും പറയുന്നു സംസ്ഥാന സർക്കാരിന് ഭൂമി ഏറ്റെടുത്ത് ടൗൺഷിപ്പ് നിർമ്മാണവുമായി മുന്നോട്ട് പോകാമെന്ന്. ഇതെന്താണ്? ഈ എസ്റ്റേറ്റ് ഉടമകളുടെ താല്പര്യം ഇവിടെ മറ്റേതെങ്കിലും തരത്തിലേക്ക് മാറുകയാണോ? കിട്ടിയ തുക കുറഞ്ഞുപോയി എന്നതിനപ്പുറത്തേക്ക് ഭൂമി ഏറ്റെടുക്കുന്നത് റദ്ദാക്കണം എന്നവർ പറയുമ്പോൾ ഇതിന് പുറകിൽ മറ്റെന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ ജോഷില? അങ്ങനെ സംശയിച്ചാൽ തെറ്റു പറയാൻ പറ്റുമോ? മനു, തീർച്ചയായും അങ്ങനെ സംശയിച്ചാൽ തെറ്റ് പറയാൻ സാധിക്കില്ല. കാരണം ഇതുവരെ ഇല്ലാത്ത പ്രശ്നങ്ങളാണ് ഓരോ ഘട്ടത്തിലും എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ഉടമകൾ അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് നിയമപരമായി നീങ്ങിയത് കൊണ്ട് മാത്രമായിരിക്കാം ഒരുപക്ഷെ കൃത്യമായ ഒരു മറുപടി സുപ്രീം കോടതിയിൽ നിന്നും ലഭ്യമായത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കേരള സർക്കാർ ഇതൊന്നും തന്നെ വകവയ്ക്കാതെ പുനരധിവാസം നടപ്പിലാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിലേക്കെങ്കിലും എത്തിച്ചേരാൻ ടൗൺഷിപ്പുമായുള്ള പ്രവർത്തനങ്ങൾ, മാതൃകാ വീടിന്റെ നിർമ്മാണം ആരംഭിക്കാൻ സർക്കാരിന് സാധിച്ചത് എന്നുള്ളതാണ്. എന്നാൽ മറ്റൊരു കാര്യം, ഈ മാതൃകാ വീടിന്റെ നിർമ്മാണത്തിലേക്ക് സർക്കാർ കടക്കുമ്പോഴും എൽസ്റ്റൺ എസ്റ്റേറ്റ് ഉടമകൾ സുപ്രീം കോടതിയെ സമീപിക്കുന്നു എന്നുള്ളതാണ്. വലിയൊരു ദുരന്തത്തെയാണ് വയനാട് കണ്ടത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇന്ത്യ കാണാത്ത വിധത്തിലുള്ള അത്തരത്തിലുള്ള ഒരു ദുരന്തമാണ്. എത്രയേറെ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു, വീട് നഷ്ടപ്പെട്ടു. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് എൽസ്റ്റൺ എസ്റ്റേറ്റിലും നെടുമ്പാല എസ്റ്റേറ്റിലും ഇത്തരത്തിൽ ടൗൺഷിപ്പ് നിർമ്മിക്കാനുള്ള ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുണ്ടായത്. ഇവരെയെല്ലാം തന്നെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഇവർക്കൊക്കെ തന്നെ സാധാരണ രീതിയിൽ പണം കൊടുത്ത് ഒഴിവാക്കുന്ന ഒരു രീതിയിലേക്കോ അല്ലെങ്കിൽ ഒരു വീടെടുത്ത് ഒഴിവാക്കുന്ന രീതിയിലേക്കോ അല്ല സർക്കാർ പോയത്. കൃത്യമായി മാതൃകാ വീടുകൾ നിർമ്മിച്ചുകൊണ്ട് ഇവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും നിർമ്മിച്ചുകൊണ്ട് അവരെ മുന്നോട്ട് നയിക്കുക, അല്ലെങ്കിൽ പുനരധിവസിപ്പിക്കുക, പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു സർക്കാരിന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു മാതൃകാ ടൗൺഷിപ്പ് നിർമ്മാണത്തിലേക്ക് സർക്കാർ കടന്നതും. എന്നാൽ ഇതിന് തുരങ്കം വെക്കുന്ന രീതിയിലേക്കാണ് എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ ഉടമകൾ പോയിരിക്കുന്നത് എന്നുള്ളതാണ്. അവർ നേരത്തെ സമീപിച്ച കോടതികളിലെല്ലാം അവർ പറഞ്ഞത് ഈ ഒരു എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്നതിൽ തങ്ങൾക്ക് വിരോധമില്ല എന്നുള്ള രീതിയിലാണ്. അതായത് ഈ എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്നതിൽ എൽസ്റ്റൺ എസ്റ്റേറ്റ് ഉടമകൾ നൽകിയ സത്യവാങ്മൂലം ഹൈക്കോടതിയിലുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് അത് ഏറ്റെടുക്കുന്നതിന് സമ്മതമാണ് എന്നുള്ള കാര്യമാണ്. എന്നാൽ സുപ്രീം കോടതിയിൽ അവരെത്തിയപ്പോൾ അവരുടെ നിലപാടിൽ തന്നെ മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവർ പറഞ്ഞിരിക്കുന്നത് ഭൂമി ഏറ്റെടുക്കുന്നതിന് തടസ്സം നിന്നുകൊണ്ടുള്ള കാര്യമാണ് അവർ സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു രീതിയിലേക്ക് എൽസ്റ്റൺ എസ്റ്റേറ്റ് ഉടമകൾ പോയത് എന്നുള്ള കാര്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ടൗൺഷിപ്പിന് തുരങ്കം വെക്കാൻ മറ്റേതെങ്കിലും കൈകടത്തലുകൾ ഇതിലേക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയാവഹമാണ്. മറ്റൊരു കാര്യം, എൽസ്റ്റൺ എസ്റ്റേറ്റ് ഉടമകളുമായി നിരന്തരം പ്രശ്നങ്ങളുണ്ടായിരുന്ന ആളുകളാണ് അവിടെയുള്ള തൊഴിലാളികൾ. എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളികൾ, അവർക്ക് കൃത്യമായ ആനുകൂല്യങ്ങൾ ഇതുവരെ ഉടമകൾ കൊടുക്കാൻ തയ്യാറായിട്ടില്ല. അവരുമായി വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യമാണ്. എന്നാൽ ഈ പ്രശ്നങ്ങൾ പിന്നീട് എൽസ്റ്റൺ എസ്റ്റേറ്റ് സർക്കാർ ഏറ്റെടുക്കുമ്പോൾ സർക്കാരിന്റെ മുന്നിലേക്ക് എത്തുകയും തൊഴിലാളി പ്രശ്നമായി അവതരിപ്പിക്കപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ സർക്കാർ മുതലാളിമാരുമായി ചേർന്ന് അവരെ വിളിച്ചു ചേർത്ത്, തൊഴിലാളി സംഘടനാ പ്രതിനിധികളെയും വിളിച്ചു ചേർത്ത് 6 കോടിയിലധികം രൂപ എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ മുതലാളിമാർ ഇവർക്ക് നൽകണം എന്നുള്ള കരാറടക്കം ഉണ്ടാക്കി തൊഴിലാളികളെ സമാധാനിപ്പിച്ചു വിട്ടതാണ്, ആശ്വസിപ്പിച്ചു വിട്ടതാണ്. എന്നാൽ ആ തൊഴിലാളികൾക്കിടയിൽ പോലും
ചില പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അവർ ആ തൊഴിലാളികൾ സമരവുമായി ചിലർ രംഗത്തേക്ക് വരുന്നു. ഈ ഒരു എൽസ്റ്റൺ എസ്റ്റേറ്റിൽ മാതൃകാ ടൗൺഷിപ്പിന്റെ നിർമ്മാണം അല്ലെങ്കിൽ മാതൃകാ വീടിന്റെ നിർമ്മാണം ആരംഭിക്കുമ്പോൾ തൊഴിലാളി സംഘടനകളിൽ ചിലർ ഇതിലേക്ക് കടന്നു വരുന്നു. ഇത് എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ മറ്റൊരു കാര്യം ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കും. അതിന് തെറ്റ് പറയാൻ കഴിയില്ല. കാരണം ഈ ഒരു മാതൃകാ ടൗൺഷിപ്പിനെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണോ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ഉടമകളും അതുപോലെ തന്നെ അവിടെയുടെ തൊഴിലാളികളും ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ ഒരു ഘട്ടത്തിലേക്ക് സർക്കാർ ഇതൊന്നും വകവെക്കാതെ മുന്നോട്ട് പോവുകയും സർക്കാർ അവർ ആവശ്യപ്പെട്ട തുകയൊക്കെ തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട്. 17 കോടിയിലധികം രൂപ നേരത്തെ നൽകിയിരുന്നു, 26 കോടിയിലധികം രൂപ നേരത്തെ നൽകിയിരുന്നു, 17 കോടിയിലധികം രൂപ പിന്നീട് നൽകി. എപ്പോഴൊക്കെ കോടതി ആവശ്യപ്പെട്ടോ അപ്പോഴൊക്കെ നഷ്ടപരിഹാരം നൽകാൻ തയ്യാറായി എന്നുള്ളതാണ്. ആ നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തയ്യാറാകുമ്പോൾ കൂടി 42.5 കോടി രൂപ 5.05 കോടി രൂപ സർക്കാർ നൽകാൻ ഇപ്പോൾ ഇവർക്ക് വേണ്ടി കെട്ടിവെച്ചിരിക്കുകയാണ്. അതായത് ദുരന്ത ബാധിതർക്ക് ടൗൺഷിപ്പ് നിർമ്മാണത്തിനായി എൽസ്റ്റൺ എസ്റ്റേറ്റ് ഏറ്റെടുക്കാനായി 42 കോടിയിലധികം കോടതിയിൽ കെട്ടിവെക്കാൻ സർക്കാർ തയ്യാറായ സാഹചര്യത്തിൽ പോലും അത് പറ്റില്ല, ആ തുക പോരാ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ച എൽസ്റ്റൺ എസ്റ്റേറ്റ് മുതലാളിമാരാണ് ഇപ്പോൾ പറയുന്നത് ഭൂമി ഏറ്റെടുക്കാൻ പറ്റില്ല എന്നുള്ളത്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് സർക്കാർ തടസ്സ ഹർജി സുപ്രീം കോടതിയിൽ നൽകിയത് എന്നുള്ളതാണ്. നിയമത്തിന്റെ വഴിയിൽ സർക്കാർ നേരിടുകയും അതേസമയം ഈ പ്രവർത്തനങ്ങളുമായി അതായത് ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കും എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ഇതുവരെയെങ്കിലും എത്തിച്ചേരാൻ സർക്കാരിന് സാധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. എന്നാൽ ഇതിൽ എവിടെയോ ഒരു തുരങ്കം വെക്കാനുള്ള പദ്ധതികളുമായി മറ്റാരുടെയൊക്കെയോ കൈകടത്തലുകൾ ഉണ്ടായിരിക്കുന്നു എന്ന് തീർച്ചയായും ആ കൈകടത്തുന്നത് ആരാണ്, ആ കളി ആരുടേതാണ് എന്നാണ് നമുക്കിനി കണ്ടറിയേണ്ടത്. ഏതായാലും സുപ്രീം കോടതി രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠവും അംഗീകരിച്ചില്ല എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ ആവശ്യങ്ങൾ. ഏതായാലും സർക്കാരിന് മുന്നോട്ട് പോകാമെന്ന് സുപ്രീം കോടതിയും പറഞ്ഞു വെക്കുമ്പോൾ സർക്കാരിനെ സംബന്ധിച്ച്, വയനാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് അതൊരു നിയമപരമായ വലിയ വിജയം കൂടിയാണ്. പക്ഷേ ഇത്രയധികം മനുഷ്യർ മണ്ണിനടിയിൽ പോയ ഒരു നാട്ടിൽ നിന്ന് അതിന് തുരങ്കം വയ്ക്കാൻ ചിലർ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെയൊക്കെ മനസ്സെന്തായിരിക്കും, ഈ നാടിനോടുള്ള അവരുടെ സമീപനം എന്തായിരിക്കും എന്നുകൂടി നമ്മൾ ഏറ്റവും ഗൗരവത്തോടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു.